നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ മഴക്കാലത്ത് നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു സ്നാക്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ സ്നാക്ക് ഏതാണെന്ന് നമുക്ക് നോക്കാം. അതിനായി വെൽക്കം ബാക്ക്, എല്ലാവർക്കും ZN ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ സ്നാക്ക് എന്താണെന്നറിയോ? പഴംപൊരിയാണ്. സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടാകും നല്ല സൂപ്പർ പഴംപൊരി ചൂടോടെ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ പഴംപൊരി ഉണ്ടാക്കുന്നതിന് മൈദ യൂസ് ചെയ്തിട്ടില്ല, ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്തിട്ടില്ല, ബേക്കിംഗ് സോഡയും യൂസ് ചെയ്തിട്ടില്ല. ഇതൊന്നുമില്ലാതെ നല്ല തട്ടുകട സ്റ്റൈല് അടിപൊളി പഴംപൊരിയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പെർഫെക്റ്റ് തട്ടുകട സ്റ്റൈലിൽ ഈ പഴംപൊരി ഉണ്ടാക്കിയെടുക്കാൻ ഒരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഇൻഗ്രീഡിയൻറ്റ് ഏതാണ്, ഈ റെസിപ്പി എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് നമുക്ക് കണ്ടുനോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പഴം പൊരിച്ചെടുക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം. ഞാനിവിടെ മൈദക്ക് പകരം നേരത്തെ പറഞ്ഞല്ലോ മൈദ യൂസ് ചെയ്തിട്ടില്ല, അപ്പം അതിന് പകരം ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഞാൻ പൊടിച്ച പഞ്ചസാരയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഏലക്ക ഇട്ട് പൊടിച്ച പഞ്ചസാര 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയിലേക്ക് 2 ഏലക്ക ഇട്ട് ഒന്ന് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ്. ഈ പൊടിച്ച പഞ്ചസാര നിങ്ങൾക്ക് കംപ്ലീറ്റ് ആഡ് ചെയ്യാം. മധുരം നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. മധുരം അധികം ഇഷ്ടമില്ലാത്തവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കംപ്ലീറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻറ്റ് അരിപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ പഴംപൊരിക്ക് ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒരു സെമി തിക്ക് കൺസിസ്റ്റൻസിയിൽ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. നമ്മൾ ആഡ് ചെയ്യുന്ന എക്സ്ട്രാ ഇൻഗ്രീഡിയൻറ്റ് ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ബാറ്റർ തയ്യാറാക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊന്ന് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. പഴം പൊരിച്ചെടുക്കാനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് പഴം കോട്ട് ചെയ്തെടുക്കുമ്പം കറക്റ്റായിട്ട് കോട്ട് ചെയ്ത് കിട്ടും. ഇനിയാണ് നമ്മൾ ഇതിലേക്കുള്ള എക്സ്ട്രാ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ തലേ ദിവസം അരച്ച് വെച്ചിട്ടുള്ള ദോശമാവാണ്. ഇതിൽ നിന്ന് ഒരു 3-4 ടീസ്പൂൺ ദോശമാവ് നമ്മുടെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. പഴംപൊരിയുടെ ബാറ്ററിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും എന്ന് നിങ്ങൾ പേടിക്കേണ്ട. കാരണം വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. 3-4 ടീസ്പൂണേ നമ്മളിതിൽ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഓയിൽ ഇതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് നമ്മുടെ ബനാന കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം. ഞാനിവിടെ നേന്ത്രപ്പഴം 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3-4 നേന്ത്രപ്പഴം യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ബാറ്റർ കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ ചെറിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വലിയ പീസായിട്ട് ഇതേപോലെ തന്നെ കറക്റ്റ് ഒരു 3-4 പീസായിട്ട് ബനാന കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയ പീസായിട്ട് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ ചൂടാക്കാൻ വെച്ചിട്ടുള്ള ഓയിൽ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബനാന ബാറ്ററിൽ മുക്കിയതിന് ശേഷം ഈ ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് 2 സൈഡും നമ്മൾ ഒരേപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ഗോൾഡൻ യെല്ലോ കളർ ആവുന്ന സമയത്ത് നമുക്ക് ഇത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാം നമ്മൾ ചൂടെണ്ണയിൽ നിന്ന് കോരിയെടുക്കുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള പഴംപൊരി. ഇതേപോലെ ബാക്കിയെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല തിളച്ച എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ടുള്ള ചൂട് പഴംപൊരിയും അതുപോലെ ചൂട് കട്ടൻ ചായയും മഴക്കാലത്ത് നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും അത് മിസ്സാക്കണ്ട, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മൈദ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുട്ടികളുടെ ഇഷ്ടപ്പെട്ട പഴംപൊരി ഉണ്ടാക്കാൻ മടിക്കണ്ട. ഗോതമ്പ് പൊടി യൂസ് ചെയ്തിട്ട് നമുക്ക് അടിപൊളി പഴംപൊരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതും തട്ടുകട സ്റ്റൈൽ തന്നെയാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.